ഈ അടുത്ത ഇടയ്ക്ക് ഒരാൾ എന്നെ കാണാൻ വന്നു. അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹം അമേരിക്കയിലാണ് സ്ഥിരതാമസം. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വാതത്തിൻ്റെ ഒരു അസുഖമുണ്ടായി. അപ്പോൾ അമേരിക്കയിൽ ചികിത്സ തേടി, പക്ഷെ വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഭാര്യയുടെ ചികിത്സയ്ക്ക് വേണ്ടി അദ്ദേഹം കേരളത്തിൽ വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, അമേരിക്കയിൽ എന്താണ് ചെയ്യുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന് അമേരിക്കയിൽ 30 IT കമ്പനി സ്വന്തമായിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഈ 30 IT കമ്പനി നിങ്ങളെങ്ങനെ സ്വന്തമായിട്ട് നടത്തും? അപ്പം അദ്ദേഹം പറഞ്ഞാൽ ഒരു പ്രയാസമില്ല. ഈ 30 എന്നുള്ളത് സ്ഥിര നമ്പറല്ല. അതിൽ ലാഭം കുറഞ്ഞ കമ്പനിയൊക്കെ ഇദ്ദേഹം പൂട്ടും. ഈ പൂട്ടുന്നതനുസരിച്ച് പുതിയ കമ്പനികൾ തുടങ്ങും. ഇപ്പോൾ കൂടുതലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്ന കമ്പനികളാണ് പുതുതായിട്ട് തുടങ്ങുന്നത്. ഇനി പഴയ കമ്പനികളൊക്കെ പൂട്ടി കൂടുതൽ AI റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്ന കമ്പനികൾ തുടങ്ങാനാണ് ആലോചിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഈ കമ്പനികൾ പൂട്ടുന്നതിന് പ്രശ്നമൊന്നുമില്ലേ? അപ്പോൾ പറഞ്ഞു, പൂട്ടുന്നതിന് ഒരു പ്രശ്നമില്ല. ഒരു ദിവസം ജോലിക്കാരോട് പറയും, നാളെ തൊട്ട് വരണ്ട, അത്രയേ ഉള്ളൂ, ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ പുതിയ കമ്പനിയെ തുടങ്ങാനും ഒരു പ്രശ്നമില്ല. ഇൻ്റർനെറ്റിൽ അഡ്വർടൈസ് ചെയ്യും, ഇങ്ങനെ ഒരു കമ്പനിയെ തുടങ്ങുന്നു, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ധാരാളം ആപ്ലിക്കേഷൻസ് വരും. അവരെ ഇൻ്റർവ്യൂ ചെയ്യും. ചിലപ്പോൾ ഓൺലൈനായിട്ടായിരിക്കും ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അവരെ അപ്പോയിൻറ്റ് ചെയ്യും. അപ്പോൾ അവരുടെ ഓരോരുത്തരുടെയും ശമ്പളം അവരുടെ ജോലി അനുസരിച്ച്, അവർ ജോലി ചെയ്യുന്ന എത്ര നന്നായിട്ട് ജോലി ചെയ്യുന്നു എന്നുള്ളതനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും അറിയാം, നന്നായിട്ട് ജോലി ചെയ്താൽ കൂടുതൽ ശമ്പളം കിട്ടും, മോശമായിട്ട് ജോലി ചെയ്താൽ ചിലപ്പോൾ പിരിച്ചുവിടും, അല്ലെങ്കിൽ ശമ്പളം കുറയ്ക്കും. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ജോലി ചെയ്യും. അപ്പോൾ കമ്പനി ലാഭം കുറവാണെന്ന് തോന്നിയാൽ ഞാൻ പറയും, നാളെ തൊട്ട് വരണ്ട. അതോടെ കമ്പനി പൂട്ടി. ഇതിന് വേറെ ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. അപ്പോൾ ഇതിന് ഹയർ ആൻഡ് ഫയർ പോളിസി എന്നാണ് പറയുന്നത്. ഇത് പണ്ട് തൊട്ടേ അമേരിക്കയിൽ ഈ ഹയർ ആൻഡ് ഫയർ പോളിസി ഉണ്ട്. അതുകൊണ്ട് ഈ കമ്പനിയിൽ ജോലിക്ക് വരുന്ന ഒരാൾക്കറിയാം, എപ്പോൾ വേണമെങ്കിലും എന്നെ പിരിച്ചുവിടാം. എൻ്റെ ശമ്പളം എന്നെ അപ്പോയിൻ്റ് ചെയ്യുന്ന ആൾക്ക് ഇഷ്ടം പോലെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പം ഇത് വളരെ വർഷങ്ങളായിട്ട്, തലമുറകളായിട്ട് നടക്കുന്നത് കൊണ്ട് ഇതിനെപ്പറ്റി ആർക്കും ഒരു പരാതിയില്ല. അപ്പം എന്തുകൊണ്ടാണ് അമേരിക്ക സാമ്പത്തികമായിട്ട് പുരോഗമിക്കുന്നത്? ഈ ഹയർ ആൻഡ് ഫെയർ പോളിസി ഉള്ളത് കൊണ്ടാണ്. അവിടെ ജോലി സ്ഥിരത എന്ന് ഒരു സങ്കല്പം ആർക്കുമില്ല. പിന്നെ ഈ പിരിച്ചുവിടുന്ന ഒരാൾക്ക് ഇതുകൊണ്ട് താൻ വിടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് വലിയ വിഷമമൊന്നും തോന്നേണ്ട കാര്യമില്ല. കാരണം ഒരു ജോലി ഇല്ലെങ്കിലും അയാൾക്ക് സോഷ്യൽ സെക്യൂരിറ്റി കിട്ടും. കാരണം ഒരു 6 മാസമോ 1 വർഷമോ ജോലിയില്ലാതെ നിന്നാലും അവസാനം കിട്ടിയ ശമ്പളം ഗവൺമെൻറ് കൊടുക്കും. പിന്നെ 1 വർഷം കഴിഞ്ഞാലും സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് കിട്ടും. അത് ഒരാൾക്ക് വലിയ കുഴപ്പം കൂടാതെ ജീവിക്കാവുന്ന സോഷ്യൽ സെക്യൂരിറ്റി കിട്ടും. അപ്പോൾ പിന്നെ ഒരു തൊഴിലിൽ നിന്ന് പിരിച്ചുവിടപ്പെടുന്നു എന്നുള്ളത് വലിയ ഒരു പ്രശ്നമായിട്ട് ആരും കരുതുന്നില്ല. പ്രശ്നമല്ല താനും. പിന്നെ നമുക്ക് എപ്പോൾ ആണെങ്കിലും ഒരു കമ്പനി നമുക്ക് തന്നെ തുടങ്ങുകയും ചെയ്യാം. അപ്പം നമുക്ക് അതിനുള്ള കേപ്പബിലിറ്റി, കഴിവുണ്ട്, അറിവുണ്ട് എങ്കിൽ നമുക്ക് തന്നെ ഒരു കമ്പനി തുടങ്ങാവുന്നതേ ഉള്ളൂ. ഈ പല കമ്പനികളും ഇന്ന് അവർക്കൊരു ഓഫീസ് വേണമെന്നില്ല, അവർക്ക് വെർച്വൽ ഓഫീസ് മതി. അതായത് ഇൻ്റർനെറ്റ് വഴിയാണ് എല്ലാം നടക്കുന്നത്. അപ്പോൾ നമുക്കൊരു
ഒരു ഫിസിക്കലായിട്ട് ഒരു ഓഫീസ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. അപ്പൊ കഴിവുള്ളവരെല്ലാം മറ്റുള്ള എവിടെയെങ്കിലും ജോലിക്ക് പോകുന്നതിന് പകരം സ്വന്തമായിട്ട് കമ്പനി തുടങ്ങും. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ കഴിവിൻ്റെ മാക്സിമം ഉപയോഗിച്ചാണ് ജോലി ചെയ്യുന്നത്. കാരണം അതനുസരിച്ചാണ് വേതനം കിട്ടുന്നത്. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ഒരു കമ്പനിയെ തുടങ്ങാനുള്ള സാമർഥ്യം ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് കമ്പനിയെ തുടങ്ങുകയും ചെയ്യാം. എന്തിന് വേറെ ഒരുത്തൻ്റെ കീഴിൽ ജോലി ചെയ്യണം? അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ തലമുറകളായിട്ട് നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം സമ്പൽ സമൃദ്ധി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഗവൺമെന്റിന് ആളുകൾ കൊടുക്കുന്ന ടാക്സിൽ നിന്നാണ് പണം കിട്ടുന്നത്. അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് കൊടുക്കാൻ സാധിക്കുന്നത് ധാരാളം ടാക്സ് കിട്ടുന്നതുകൊണ്ടാണ്. അപ്പോൾ കൂടുതൽ പേര് നന്നായിട്ട് പണിയെടുക്കുമ്പോൾ കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകും. അപ്പോൾ ഗവൺമെന്റിന് കൂടുതൽ ടാക്സ് കിട്ടും. അപ്പോൾ ഗവൺമെന്റിനും എല്ലാ കാര്യത്തിനും ആവശ്യം പോലെ പണം കാണും. അപ്പൊ നമ്മുടെ നാട്ടിൽ നേരെ മറിച്ചാണ്. നമ്മുടെ നാട്ടിൽ ആരെയെങ്കിലും ഒരു സ്ഥലത്ത് ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ അയാളെ പിരിച്ചുവിടാൻ നിവൃത്തിയില്ല. അടുത്ത കാലം വരെ അതിന് നിയമസാധ്യതയും ഇല്ലായിരുന്നു. പിരിച്ചുവിടാൻ പാടില്ല. പിന്നെ ഒരു കമ്പനിയെ പൂട്ടിയാൽ എല്ലാവർക്കും കോമ്പൻസേഷൻ കൊടുക്കണം. അപ്പം ഏതെങ്കിലും ഒരു മണ്ടൻ കമ്പനി തുടങ്ങിയാൽ കാല് കെട്ടിയത് പോലെയാണ്. കാരണം കമ്പനി ഭയങ്കര നഷ്ടത്തിലായാലും പൂട്ടാൻ പറ്റില്ല. കാരണം പൂട്ടിയാൽ തൊഴിലാളികൾക്കെല്ലാം കോമ്പൻസേഷൻ കൊടുക്കണം. അല്ലെങ്കിൽ തന്നെ കമ്പനി നഷ്ടത്തിലാണ്. അപ്പോൾ പൂട്ടിയാൽ പിന്നെ ഇയാള് കടപ്പാടം കൂടെ വിറ്റ് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. പിന്നെ തൊഴിലാളികളുടെ ശമ്പളം ഇഷ്ടം പോലെ കൂട്ടാനും കുറയ്ക്കാനും പറ്റില്ല. ധാരാളം ശമ്പളം കൊടുത്താലും ഇടയ്ക്കിടയ്ക്ക് തൊഴിലാളികൾ സമരം ചെയ്യും, ശമ്പളം പോരാ എന്ന് പറഞ്ഞ്. പിന്നെ ഗവൺമെന്റ് തന്നെ ഇടയ്ക്കിടയ്ക്ക് മിനിമം ഇത്ര ശമ്പളം കൊടുക്കണമെന്ന് പറയും. ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ സമ്പന്ന രാജ്യങ്ങളിൽ മിനിമം വേജ് എന്നൊരു സങ്കല്പമുണ്ട്. അപ്പൊ ഈ മിനിമം വേജ് എന്ന് പറയുന്നത് ഓരോ തൊഴിലിനല്ല, മൊത്തത്തിലാണ്. ഓരോ തൊഴിലിന് മിനിമം വേജ് എന്നൊരു സങ്കല്പം അവിടെയില്ല. മൊത്തത്തിലുള്ള മിനിമം വേജ് സാധാരണഗതിയിൽ ഒരാൾക്ക് കൊടുക്കേണ്ടി വരുന്ന വേതനത്തിലും കുറവായിരിക്കും. അത് സാധാരണ മണിക്കൂറിനാണ് പറയുന്നത് ഇത്ര $. അപ്പോൾ സാധാരണഗതിയിൽ മണിക്കൂറിന് $10 ആണെങ്കിൽ ഈ മിനിമം വേജെന്ന് ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്ന അതിൻ്റെ താഴെ ആയിരിക്കും. അപ്പോൾ സാധാരണഗതിയിൽ ഈ മിനിമം വേജിന് ഒരുത്തനെയും കിട്ടിയില്ല. അങ്ങനെ അത്ര കുറഞ്ഞ ഒരു തുകയാണ് മിനിമം വേജായിട്ട് വെക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ മിനിമം വേജായിട്ട് വെക്കുന്നത് സാധാരണഗതിയിൽ ഒരാൾക്ക് കൊടുക്കേണ്ടി വരുന്നതിന് വളരെ കൂടുതലാണ്. ഇപ്പോൾ നഴ്സുമാർക്ക് മിനിമം വേജ് ഇത്ര രൂപ എന്ന് ഗവൺമെന്റ് പറയും. പക്ഷെ അതിൻ്റെ പകുതി തുകയ്ക്ക് ജോലി ചെയ്യാൻ സന്നദ്ധരായിട്ട് നഴ്സിംഗ് പഠിച്ച ആളുകൾ വെളിയിൽ നിൽക്കുമ്പോഴാണ് ഗവൺമെന്റ് പറയുന്നത് നഴ്സുമാർക്ക് മിനിമം ഇത്ര രൂപ കൊടുക്കണം. അപ്പോൾ ഈ ആശുപത്രി നടത്തുന്നവരെന്ത് ചെയ്യും? നഴ്സുമാരോട് പറയും, നിങ്ങൾക്ക് ജോലി തരാം, നിങ്ങൾ ഇത്ര രൂപയ്ക്ക് ഒപ്പിട്ട് തരണം, പക്ഷെ അതിൻ്റെ പകുതി ശമ്പളമേ തരുള്ളൂ. അപ്പോൾ ഒരുപാട് നഴ്സുമാർ ജോലി അന്വേഷിച്ച് നടക്കുന്നതുകൊണ്ട് പലരും ഇതിന് തയ്യാറാവും. അവർ ഒപ്പിട്ട് കൊടുക്കുന്ന എമൗണ്ട് ഒന്ന്, അവർക്ക് കിട്ടുന്നത് അതിലും വളരെ കുറച്ച് എമൗണ്ട് ഒന്ന്. അപ്പോൾ ന്യായമായിട്ട് ഒരു ആശുപത്രി നടത്തുന്നവൻ ഒരിക്കലും നടത്താൻ ഒക്കത്തില്ല. കാരണം ആശുപത്രി നടത്തുന്നവരെല്ലാം ഇങ്ങനത്തെ സൂത്രപ്പണികളിൽ കൂടെയാണ് നടത്തുന്നത്. അപ്പം നമ്മൾ ഗവൺമെന്റ് പറയുന്ന വേജ് കൊടുത്ത് നഴ്സുമാരെയും ഡോക്ടർമാരെയും അപ്പോയിന്റ് ചെയ്ത് നടത്തുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരുമായിട്ട് കമ്പീറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ല. അപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ ആളുകളെല്ലാം
പ്രൈവറ്റായിട്ട് ഓരോന്ന് ചെയ്യുന്നത് ഗവൺമെൻറ് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തുകയില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. അവർക്ക് ഇഷ്ടമുള്ള ശമ്പളം കൊടുക്കാം, അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ കമ്പനി പൂട്ടാം, അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ ശമ്പളം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഓരോരുത്തരുടെയും വേതനം അവർ എത്രമാത്രം നന്നായിട്ട് ജോലി ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ്. അതുകൊണ്ട് എല്ലാവരും അവരുടെ കഴിവിൻ്റെ മാക്സിമം ഉപയോഗിച്ച് ജോലി ചെയ്യും. നമ്മുടെ നാട്ടിൽ എങ്ങനെയെങ്കിലും ഒരു ജോലിയിൽ കയറി പറ്റുക, കഴിയുന്ന ജോലി ചെയ്യാതിരിക്കുക, പിന്നെ എല്ലാവരും കൂടെ കൂട്ടുകൂടി കൂടുതൽ വേതനം ആവശ്യപ്പെട്ട് സമരം ചെയ്യുക. ഇതിന് ഗവൺമെൻറ് സപ്പോർട്ടായിരിക്കും. പിന്നെ ഗവൺമെൻറ് ഇടയ്ക്കിടയ്ക്ക് ബന്ദ് പ്രഖ്യാപിക്കും, ഹർത്താൽ പ്രഖ്യാപിക്കും. അപ്പോഴൊക്കെ നമ്മൾ സ്ഥാപനം അടച്ച് പൂട്ടേണ്ടി വരും. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ആരും പ്രൈവറ്റായിട്ടൊന്നും തുടങ്ങാത്തത്. അപ്പോൾ ചെറുപ്പക്കാരെല്ലാം ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി അലഞ്ഞു നടക്കുകയാണ്. എല്ലാവരും സിവിൽ സർവീസ് പഠിക്കുന്നു. 10-30 വയസ്സ് വരെ സിവിൽ സർവീസ് എന്നും പറഞ്ഞ് അവരുടെ ജീവിതത്തിൻ്റെ നല്ല ഒരു പങ്ക് പാഴാക്കി കളയുന്നു. ഇതെല്ലാം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് അധ്വാനിക്കാനുള്ള ശീലം മനുഷ്യർക്ക് ഇല്ലാതാകുന്നു. ഇപ്പം കേരളത്തിൽ ഇപ്പോൾ ദേഹം അനങ്ങി ജോലി ചെയ്യുന്നതെല്ലാം ഹിന്ദിക്കാരാണ്. കാരണം നമ്മുടെ നാട്ടിൽ അനേക തലമുറകളായിട്ട് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് ജോലി ചെയ്യുന്നത് വളരെ നാണക്കേടാണ്. ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഓഫീസിൽ പോയി വെറുതെ ഇരിക്കുന്നതാണ് അഭിമാനം. അല്ലെങ്കിൽ ജോലിക്കാരെല്ലാം ഒന്നിച്ച് സമരം ചെയ്ത് അത് പൂട്ടിക്കുന്നതാണ് ഏറ്റവും അഭിമാനം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. നമുക്ക് സമരം ചെയ്യാൻ മാത്രമേ അറിയാവൂ, നമുക്ക് ജോലി ചെയ്യാൻ അറിഞ്ഞൂടാ. ജോലി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഹിന്ദിക്കാർ വരണം. അപ്പോൾ ഇങ്ങനെ തലമുറകൾ കഴിയും തോറും നമ്മളുടെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ മോശമായി വരും. അപ്പോൾ വിദേശത്തു നിന്ന് വരുന്ന ആളുകളുമായിട്ട് നിങ്ങൾ സംസാരിക്കുക, അവരവിടെ എന്താണ് ചെയ്യുന്നത്, അപ്പോൾ എന്തുകൊണ്ടാണ് ആ രാജ്യങ്ങളിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് അവരുടെ സാമ്പത്തിക നില കൂടുതൽ മെച്ചപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും.